Alrighty then. Let's start the stream, brothers. We're gonna go live in 3, 2, 1. Start. നീ കണ്ടിട്ടും കാണാത്തപ്പോൾ നടിക്കും, എന്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാത്തപ്പോൾ നടിക്കും. എത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം കൂറു നരികളിടം ഭരിക്കും. ഞാൻ പണത്തിന്റെ കൂടുള്ളവനാ, പക്ഷെ എന്റെ ഇട്ടോ വല്ലോ എന്നെ കൊത്തി പറിക്കുന്ന കൂട്ടം പാത്തോ എന്ന് പറഞ്ഞു പതിച്ചോനെ എങ്ങനൊക്കെ നടുവും തല്ലി വീണാലും നിലക്കില്ലയോ. കാര്യം കണ്ടു കഴിഞ്ഞ് കൈ കഴുകുന്നൊരാ, കാര്യത്തോടടുക്കുമ്പോ കൈ കഴുകുന്നവരാ, നടുമുറിയിൽ കൊണ്ട് തൈ നടുന്നവരാ. മര്യാദക്കല്ലേ മൈ റൊമന കുട്ട തരണ കെട്ട ഒരെണ്ണം കെട്ട മരണം കിട്ടാൻ വൈകുലട്ടാ. തിളക്കമങ്ങുവൻ തോനെ നിറമിട്ട് കുലട്ട, തിരക്ക് കൊണ്ട അല്ലെങ്കിൽ തീർത്തനട്ടാ. What's up everybody in the chat? എന്തല്ല എല്ലാവർക്കും എന്തല്ല ഗൈസ്, ഞാൻ കട്ടാക്കടിയൊരു കട്ടോൽ ഗജൻ, കട്ടാര കൊട്ടൂര മനോരഞ്ജൻ, കട്ടാക്കടിയൊരു കട്ടോൽ ഗജൻ, കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. 42 എന്റെ നാട് നോക്കിട്ട് കളിച്ചോ, പോക്കറ്റിൽ ഒളിക്കണ്ട, പോക്കറ്റിലൊളിച്ചോ, കൂട്ടിട്ട് കത്തിക്ക് നീ വാക്കിരി പൊളിച്ചോ. ഇരുന്നാലും മറന്നാലും എന്നെ തന്നെ പഴിച്ചോ. 42 എന്റെ നാട് നോക്കിട്ട് കളിച്ചോ, ഇത് വരത്തില്ല പോക്കറ്റിലൊളിച്ചോ. പൊളിച്ചോണ്ടിരുന്നാലും മറന്നാലും എന്നെ തന്നെ പഴിച്ചോ. പഠിച്ചോ നീ പാടും ചൊല്ലി പഠിച്ചോ, തലച്ചോറില് പരിപ്പും ചാറൊഴിച്ചോ. കഴിച്ചോണ്ടിരുന്നപ്പ കണ്ണു മിടിച്ചോ, കെണിച്ചോണ്ടിരുന്നപ്പ ചൂളമടിച്ചോ. പഠിച്ചോ നീ പാടും ചൊല്ലി പഠിച്ചോ, തലച്ചോറില് പരിപ്പും ചാറൊഴിച്ചോ. കഴിച്ചോണ്ടിരുന്നപ്പ കണ്ണു മിടിച്ചോ, കഴിച്ചോണ്ടിരുന്നപ്പ ചൂളമടിച്ചോ. സഹിച്ചോ നീ അനുഭവിച്ചോ, സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ അനുകരിച്ചോ. തിരിഞ്ഞോടുമ്പോ തിരിയൊന്നിടത്ത് എല്ലാം എന്റെ മുറി കാണുമ്പോ കറുപടിച്ചോ. തലയോട്ടിയിൽ അടിച്ചു കയറ്റി തന്ന മുള്ളാടികളുടെ മുന്നയൊടിച്ചോ. തനിച്ചോടുമ്പോ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയൊന്ന് തിരിച്ചറിഞ്ഞോ. തലയോട്ടിയിൽ അടിച്ചു കയറ്റി തന്ന മുള്ളാടികളുടെ മുന്നയൊടിച്ചോ. തനിച്ചോടുമ്പോ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയൊന്ന് തിരിച്ചറിഞ്ഞോ. സഹിച്ചോ നീ അനുഭവിച്ചോ, സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ അനുകരിച്ചോ. Ayo, what's up? Arshad Aslam, first donation. Thank you, bro. Thank you, brother. What's up? തനിച്ചോടുമ്പോ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയൊന്ന് തിരിച്ചറിഞ്ഞോ. Brother, why is everybody spamming മഴവില്ല്? I don't know, bro. I don't know. അവിടെ ഇതെന്താ സംഭവം? എല്ലാരും ഇതിന് മഴവില്ല് സ്പാം ചെയ്ത്. അനക്കറിയാം, അറിയാത്ത ആൾക്കാരുണ്ട്. അനക്കറിയില്ല, ഞാൻ പറയൂല. പക്ഷെ എനക്ക് സംഭവം എന്താ അറിയാം, പക്ഷെ ഞാൻ പറയൂല. എടാ പേര് അയ്യോ, യെസ്, ഇറ്റ്സ് അവർ വൺ ആൻഡ് ഓൺലി മഴവില്ല ആസിഫ്. ലെറ്റ്സ് ഗോ. എടാ മുത്ത ചെക്കൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചെക്കൻ ലാസ്റ്റ് ലൈവില് ചെക്കൻ കോൾ എടുക്കാത്ത എന്താന്ന് ചോദിച്ചപ്പം ചെക്കന് തൂറാമുട്ടിന്ന് കട്ടിന്റെ അടിയിൽ ഒളിച്ചെന്ന് എന്തോ പറയുന്നുണ്ട്. പക്ഷെ ഈ ലൈവിൽ എന്തായാലും കോൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സീരിയസ് ഇന്ന് എന്തായാലും കോൾ എടുക്കാന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കോൾ ചെയ്യാം. നമ്മൾ ഈ ലൈവ് തുടങ്ങിയ പാടി ഇങ്ങനത്തെ തീട്ട കേസിന് ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ, ഒരു 10-20 മിനിറ്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ സൈഡ് കണ്ടന്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, എന്താ വിഷയം പറഞ്ഞത്? ഇന്നത്തെ മെയിൻ വിഷയം ഞാൻ പറഞ്ഞ, നാളെ ഗോട്ട് മൂവി റിലീസ് ആകാൻ പോയത്. ഓക്കെ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏടെ ടിക്കറ്റ് എടുത്തെന്നും പറയില്ല, കാരണം ഏടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വനിതാ ഇന്ത്യയിൽ ഫുൾ ആള് അല്ല, ലുലു മാളില് മൊത്തം ആള് വരും ഏടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഏടെ ടിക്കറ്റ് എടുത്തെന്ന് ഞാൻ പറയൂല. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കും. ഓക്കെ, നാളെ രാവിലെ 11:15 ഷോക്ക് ഞാൻ ഗോട്ടിന് പോയത്. ചിലപ്പോൾ ലൈവ് ഇടും, നമുക്ക് അറിയില്ല, അടുത്ത സിറ്റുവേഷൻ പോലെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ ലൈവ് ഇടും. ഞാൻ എൻ്റെ ഓണസ്റ്റ് റിവ്യൂ പറഞ്ഞിരിക്കും. ഓക്കെ, അവിടെ ആരെല്ലാം കാണാൻ പോകുന്നുണ്ട് ഗോട്ട് മുത്ത. ഇത്രയും ഹൈപ്പ് ആക്കിയ ഒരു പടം ഈ അടുത്തൊന്നുമില്ല എന്നല്ലേ. ഇത്രയും ഹൈപ്പ് അവർ കൊടുത്തിട്ട് അതെങ്ങാനും പൊട്ടിനങ്ങ് പൊന്നു മുത്ത തളവതി എയറിലിരിക്കും. ഇല്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇല്ലാത്ത പറയില്ല. ഞാൻ ഉള്ള പോലെ പറയും. ഓക്കെ, ഞാൻ ഉള്ളത് നിങ്ങൾക്ക് എന്നെ അറിയാലോ, ഞാൻ കാര്യം പറയില്ല. എനിക്ക് പടം കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് മാത്രമേ ഞാൻ പറയൂ. ഓക്കെ, ഹെയ്റ്റ് ഇതൊന്നും ഞാൻ വെക്കൂല.
ഹെയ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല. ഞാൻ കറക്റ്റ് ഓണസ്റ്റ് റിവ്യൂ ഞാൻ വന്നിട്ട് തരും. ഓക്കെ. PK നിഹാൽ, തൊപ്പി എനിക്കൊരു ഐഫോൺ വാങ്ങി തരോ? നിഹാൽ എനിക്കൊന്ന് കുനിഞ്ഞു തരുമോ? ഞാൻ കാര്യം പറയാം. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മുഖത്തടിച്ചിട്ട് കുഞ്ഞിഞ്ഞരാന്ന് ചോദിച്ചാൽ ഞാൻ ആയിരിക്കും കുഞ്ഞു കൊടുക്കും? ഇല്ലല്ലോ. എടാ അതേപോലെ തന്നെ എനക്കും. ഓക്കെ. ഒരു ഐഫോണിന് എത്ര പൈസ ഉണ്ടെന്ന് നിന്റെ വിചാരം? അല്ലേ തന്നെ ആൾക്കാർക്ക് കൊടുത്ത് ഞാൻ മുടിഞ്ഞിട്ടാ ഉള്ളത്. അതിൽ ആദ്യം 1-2 ആൾക്ക് സഹായിക്കുന്നത് കാണിച്ചു പോയി ഞാൻ ലൈവില്. പിന്നെ സഹായിക്കലോ ഇതെന്താണ്? എന്ത് സാധനം? എടാ നീ അങ്ങോട്ട് പോയാ ഇന്ന് ആദ്യമോ ഉറങ്ങുമ്പല്ലോ നായിന്റെ മോ ഉറങ്ങാൻ വരെ വിടുന്നില്ല കേട്ടോ. ഞാൻ ഉറങ്ങുമ്പോ അടുത്ത് വന്നിട്ട് ഇട്ടത് മയില് പറയാൻ പറ്റുണ്ട് ഇവിടെ. ഉറങ്ങുമ്പോ അടുത്ത് വന്നിട്ട് ഇട്ടെന്നിട്ട് പോകുന്നടി ഇവൻ ബളിയൻ. എടാ ഇവനെ ബളിയൻ മമ്മൂ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. കാര്യം പറയല, ബളിയൻ മമ്മൂ എന്ന് വിളിച്ചാൽ മതി ഇവനാ. അൺഫോളോ ആസിഫ്. ഇല്ല അൺഫോളോ ചെയ്യുന്നില്ല. എടാ ഫോളോയിൽ തന്നെ കടന്നോട്ടെ. കാരണം ഫോളോ എടാ എന്റെ ഇൻസ്റ്റ ബഗ്ഗാണ്. ഓക്കെ. ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സീനുണ്ട്. അല്ലെങ്കിൽ ഫോളോയിൽ നിന്നോട്ടെ. അതിനെന്താ? 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് റിയാക്ട്. കണ്ണൂർ വാരിയേഴ്സാ? കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെല്ലാം കേട്ടിട്ട് കണ്ണൂർ വാരിയേഴ്സാ? അതെന്ത് സംഭവം? കണ്ണൂർ വാരിയേഴ്സാ? wait. Let me see. കണ്ണൂർ വാരിയേഴ്സ് തൊട്ട് ക്ലബ്ബെല്ലാം തുടങ്ങിയതാ? ഇതപ്പോ സൈഡാ മെയിൻ ശരിക്കും സീരിയസ് ആയിട്ട് തുടങ്ങിയതാ? അതെന്ത് സംഭവം? അതെന്ത്? നിക്ക് എടാ വന്നോ ഈ ഗ്രീൻ സ്ക്രീനിൽ ഇട്ടാ അങ്ങ് റിയാക്ട് ചെയ്യട്ടെ. ഇതെന്ത് സംഭവം? കണ്ണൂർ വാരിയേഴ്സ് 998 സബ്സ്ക്രൈബേഴ്സ്. എടാ കണ്ണൂർ ക്ലബ്ബ് തുടങ്ങി. ഇത് ആസിഫ് അലിയല്ലോ. ഇത് ശരിക്കുള്ളതാ? ഇവിടെ ഒരു ആസിഫ് അലി ക്ലബും തുടങ്ങി മറ്റേ ഫുട്ബോളിനെ ഉയർത്താൻ നോക്കുന്നത്. ഇവിടെ വേറൊരു ആസിഫ് ഗേ കൾച്ചറിന് ഉയർത്താൻ നോക്കുന്നുണ്ട്. അത് വേറെ ആസിഫ്. അത് വിട്. അത് നമുക്ക് ലാസ്റ്റ് അത് സൈഡ് കണ്ടന്റ് നമുക്ക് കുറച്ചായിട്ട് എടുക്കാം. ഞാൻ എന്തായാലും ഒരു വീഡിയോ കോൾ. ഓക്കെ. ചക്കര അത്രയും ആഗ്രഹിച്ചിട്ട് നിൽക്കുന്നത് എൻ്റെ വീഡിയോ കോൾ. എടാ ഞാൻ കാര്യം പറ്റേ ചെക്ക 10 മിനിറ്റ് കൂടുമ്പോൾ എന്നോട് വന്ന് ചോദിക്കോളാ ഇന്ന് ലൈവ് ഉണ്ടോ, എത്ര മണിക്കാ ലൈവ്, ഇടക്കിടക്ക് ചോദിക്കോട്ടെ. ഇത് എന്താ എനക്കൊന്ന് മൊത്തം ബുക്കെല്ലാം എടുത്ത് തൊപ്പി ഇന്ന് ഇങ്ങനെ പറയാൻ മറ്റേ എഴുതി പഠിച്ചിട്ടാണ് വരുന്നുണ്ട്. എനക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും ലൈവ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അല്ല ലൈവ് ഇടാൻ ഇന്ന് എന്തായാലും ലൈവിൽ വീഡിയോ കോൾ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതെന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാം. എന്താ സംഭവം എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ മുട്ടിക്കുന്ന ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ വെഗിളി സംസാരം, ഫുള്ള് വെഗിളി വിളിച്ച പോലെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞാൽ സംസാരിക്കും. ഞാൻ തൂറായിരിക്കുമല്ലോ. ഞാൻ നേരത്തെ ശരിക്കും സീരിയസ്ലി നിങ്ങൾ പോയിട്ട് ആസിഫിനോട് ചോദിച്ചാൽ മതി. സീരിയസ്ലി ഞാൻ തൂറായിരിക്കുമ്പോ വന്നിട്ട് എന്തോ വർത്താനം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്ത് താഴേക്ക് കൊടുത്തൊരു വളി ഇട്ടിട്ട് അയച്ചു കൊടുത്തടാ ഓഡിയോ ഇൻസ്റ്റയിൽ. സീരിയസ്ലി അല്ല വളി ഇട്ടാ കിട്ടിയില്ല. ഞാൻ ബുക്കിയിട്ട് കിട്ടിയില്ല. എന്നിട്ട് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. തൂർന്നതിന്റെ ഓഡിയോ അയച്ചു കൊടുത്തു. ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? ഇവ ഇടക്കിടക്ക് വെകിളി പിടിച്ച പോലെ ഇങ്ങനെ ഓടേന്നാണ്. അനക്ക് മനസ്സിലാകുന്നത് ചെക്കൻ എന്നാ പറ്റിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറയാം അല്ല എനക്ക് മനസ്സിലാകുന്നില്ല. ഇവനാണെങ്കിൽ അനക്ക് കുറെ ആൾ ഓരോ സ്ക്രീൻഷോട്ട് ഇതെല്ലാം അയച്ചിരുന്നു. ഇവന് ഏതെല്ലോ കുറെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ പിള്ളേരെ ബോധവൽക്കരണം ചെയ്യാം. തൊപ്പി ലൈവ് വരുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം, എൻ്റെ പേര് സേവ് ഇത് സ്പാം ചെയ്യണം. ആ സാധനങ്ങളെല്ലാം അയച്ചിരണം. എന്തോ അയച്ചത് ഞാൻ മറന്നുപോയി. അല്ല സ്പാം ചെയ്യണം, പേര് സ്പാം ചെയ്യുന്നല്ല, വേറെ എന്തോ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവൻ സ്റ്റോറിയിൽ വാട്സപ്പ് ചാനലും മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് അതിന്റെ ലിങ്ക് ഇടും ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ. എന്നിട്ട് എല്ലാവരോടും ആ കയറി വന്നിട്ട് എന്നിട്ട് വാട്സപ്പ് ചാനലിൽ ബോധവൽക്കരണം. ഇത് രാത്രി ലൈവ് ലൈവിന് ഇടക്ക് ഏതെങ്കിലും സ്പാം ചെയ്തിട്ട് ഇറങ്ങിപ്പോയാൽ നിന്റെ ചെള്ള അടിച്ച് പൊളിക്കും. എടാ മുത്തേ ലാസ്റ്റ് ലൈവിന്റെ കാര്യം മുത്തേ ഫസീന്റെ പേര് സ്പാം ചെയ്ത ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ ബ്രേക്കപ്പിന് ശേഷം, അതായത് എൻ്റെ ഇതിന്
എടാ അത് വിടാ, ആ കേസ് വിടാ, അതിനെ കുറിച്ച് സംസാരിക്കാം. എടാ അതിനെ കുറിച്ച് ഓക്കെ, ഇന്ന് അങ്ങനത്തെ ആ ടോപ്പിക്ക് മൊത്തം നമ്മൾ കട്ടാണ്. ഓക്കെ, അത് കട്ടാണ്, ഇന്ന് അത് കട്ടാണ്, ഇന്ന് അത് സംസാരമില്ല. ഓക്കെ, അത് വിട്. എടാ ഡൗൺ ആക്കുന്ന സാധനം അതിന്റെ വന്ന് പറയലടാ, വിട് കേസ് വിട്. ഓക്കെ, ഷംനാസ് what's up brother, let's go, hi brother, what's up ടോപ്പ് ഡൊണേറ്റർ ഷംനാദ് ഏജാൽ. അവിടെ ഇതെങ്ങനെയുണ്ട് എടാ നമുക്ക് വേറെ വിഷയം സംസാരിക്കാം. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. മലപ്പുറം FC, ഇതെന്ത് മലപ്പുറം FC, ഇത് എന്തെല്ലാം ഇതെന്ത് ജില്ലകൾ ക്ലബ്ബ് തുടങ്ങാൻ തുടങ്ങിയ അത് സംഭവം. എടാ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സ്റ്റേറ്റുകള് ക്ലബ്ബ് തുടങ്ങുന്ന ഓക്കെ, ഈ ജില്ലകൾ ക്ലബ്ബ് തുടങ്ങുന്ന പരിപാടി എപ്പോ തുടങ്ങി? അങ്ങനത്തെ സംഭവം എന്താന്നില്ല ഇറക്കിട്ടാകുന്നില്ല. എന്ത് ഇറക്കിട്ടാകുന്നില്ല? അരമണിക്കൂറാണ് ഒരു ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യാൻ. Mercy Santosh donated 40 രൂപ through Google Pay. Bro love you bro. പൊട്ടിയേക്കല്ലേ തടിയാ. മതി പോ. ഓക്കെ, നമ്മളെ ഡൗണാക്കാൻ കഴിയില്ല പോലെ. നിങ്ങൾ എന്ത് വന്ന് സ്പാമേറ്റും കാര്യമില്ല, ഓളെ പേരൊന്നും ഇട്ടിട്ട് കാര്യമില്ല മുത്തേ. നമ്മൾ ഡൗണാകണൊക്കെ ഉണ്ടല്ലോ മുത്തേ, അതിന് കുറച്ച് പണിയാണ്. കുറേ കഴിഞ്ഞിട്ടാണ് മോനെ ഇടം വരെ എത്തി നിൽക്കുന്നത്. പൊന്നു മോനെ നമ്മ കുറേ കഴിഞ്ഞിട്ട് ഇടം വരെ എത്തി നിൽക്കുന്നത് കേട്ടില്ല. ഈൻ്റെല്ലാം വലിയ 5 കൊല്ലം ഊമ്പിക്കുത്തി ഡിപ്രഷൻ അടിച്ചിട്ട് കേട്ടില്ല. എന്നോടാണ് ഈ 6 മാസത്തെ 2 മാസത്തെ കേസ് കേട്ടില്ല. ഇതൊന്നും നമുക്ക് സീനുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ ആ ഭാഗത്തേ നോക്കുന്നില്ല. ഓക്കെ, എനിക്കത് ഞാൻ ആ ഒരു ടോപ്പിക്കേ ഞാൻ ചിന്തിക്കുന്നുമില്ല, സംസാരിക്കുന്നില്ല. ആ ടോപ്പിക്ക് ഇന്ന് കട്ട് ഓഫ് ആണ്. ഓക്കെ, ബസൂക്ക ടീസർ റിയാക്ട് ചെയ്യണം. ബസൂക്ക റിയാക്ട് ചെയ്തതാണ്, ഓൾറെഡി റിയാക്ട് ചെയ്തതാണ്. കോതം FC അതൊന്ന് കോതം എടാ ശരിക്കും ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ജില്ലകൾ ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങുന്ന പരിപാടി എന്ത് സംഭവം? അപ്പൊ നമ്മള് ഈ IPL ഇത് നടക്കുന്ന പോലെ അല്ല, ISL ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് തമ്മിൽ കളി നടക്കുന്ന പോലെ ഇതും നടക്കുവോ? മീൻസ് കണ്ണൂര് മലപ്പുറത്തെല്ലാം തമ്മിൽ അങ്ങനെ ഇതുണ്ടാവും, ഫുട്ബോൾ മാച്ച് ഉണ്ടാവോ? അതാണ് സംഭവം. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഏതാ കണ്ടേ? ഇവരെ ട്രെയിലർ പോലത്തെ പരിപാടിയില്ല. ഇനെന്താ പറയുക? മീൻസ് ഈ മാച്ച് ISL പോലൊരു പേരുണ്ടാവല്ലേ ഇതിനെന്താ പറയുക? കണ്ണൂർ വാരിയർ FC, ജോർജ് പീറ്റർ സൂപ്പർ കേരള ലീഗ്, സൂപ്പർ ലീഗ് കേരള. അപ്പൊ SLK ആണോ? SLK കാണിക്കുമ്പോ വേറെന്തല്ലോ ആയിരുന്നു. സൂപ്പർ ലീഗ് കേരള, സൂപ്പർ. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കെല്ലാം ഓരോ ടീം, കണ്ണൂർ ടീമിൽ എനിക്ക് കളിക്കാൻ പറ്റുമോ? എടാ അങ്ങനെയാണെങ്കിൽ ഓരോ ജില്ലകൾ തമ്മിൽ കളിയാണെങ്കിൽ നമുക്ക് ഈ ഫുട്ബോൾ പ്ലേയേഴ്സിനെല്ലാം ഓപ്പർച്യൂണിറ്റി വല്ലാണ്ട് കൂടുമല്ലോ. എടാ ഇത് സീനാകും കേട്ടോ. എടാ അങ്ങനെയാണെങ്കിൽ ഇത് സീനായിരിക്കും കേട്ടോ. ബ്രോ വെയിറ്റ് എ മിനിറ്റ്, ഇതെന്താ കേട്ടെ? തിരിച്ചടിക്കും കണ്ണൂര്, തിരിച്ചടിക്കും കട്ടായം. എന്നെല്ലാം കാലിയാക്കും ഈ കാലിക്കറ്റ്. ഗ്രൗണ്ടിൽ മാത്രല്ല ഗ്രൗണ്ടിലും കിട്ടാ പോരാ. കൊച്ചി മലപ്പുറല്ലേ? ഏതല്ല ടീം ഏതല്ല? നിക്ക് എടാ അപ്പൊ ബാക്കിയില്ല, ബാക്കി ജില്ലകളില്ല. പാലക്കാട്, പത്തനംതിട്ട ഇതൊന്നുമില്ല.
ഇത് കൊള്ളാലോ. കൊടും കാറ്റാണ് നിർത്തി പന്ത്. കളി കളിയാവാനും കളി കളിയാക്കാനും സ്റ്റേഡിയത്തിൽ കാണണം. വിഷ്ണു വിജയൻ ഡൊനേറ്റഡ് 54 രൂപ ത്രൂ ഗൂഗിൾ പേ. അടിതോടെ കളിക്ക് അടാ പിന്നെ കളിയാ. അടിതോടെ കളിയാരാ നടക്കുന്നത്? ഓരോ ജില്ലകൾ തമ്മിൽ ഫുട്ബോൾ മാച്ച് വന്ന മുത്ത സീൻ ഫാൻ ഫൈറ്റ് അല്ലായിരിക്കും. എന്റെ നിങ്ങൾ ഏതാ ടീം പറ. എടാ ഏതെല്ലാം ടീമാ കളിക്കുന്നത്? ഈ ആദ്യം പറഞ്ഞ ടീമേ ഉള്ളൂ. കണ്ണൂർ ഒന്ന്, പിന്നെ കാലിക്കറ്റ്, പിന്നെ ട്രിവാൻഡ്രം, കൊച്ചി, കൊച്ചിയല്ല കൊച്ചി, പിന്നെ മലപ്പുറം. ഓ 5 ടീമുള്ളൂ അല്ലേ? ആ പിന്നെ തൃശ്ശൂർ അല്ലേ? ലക്ഷ്മി ഡൊനേറ്റഡ് 45 രൂപ ത്രൂ ഗൂഗിൾ പേ. മിസ് യു തോപ്പി, ലവ് യു. യോ മിസ് യു ടു ബേബി ഗേൾ. വാട്സ് അപ്പ്? അടി ഇവളെ ഓർമ്മ. അടി ഇവള് ഒറിജിനൽ ഫാൻ ആട്ടോ. ഇവള് ശരിയായ ഫസ്റ്റ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ശരിയായ ഒറിജിനൽ ഫാൻസിലുള്ളത്. എൻ്റെ ഫസ്റ്റ് 1000 ഫാൻസിൽ ചിലപ്പോൾ ഇവളുണ്ടോ. കാര്യം പറയാനാ. ഞാൻ കാലം തൊട്ട് ഞാൻ കേൾക്കുന്നത് ഇവളെ സൂപ്പർ ചാറ്റ്. എല്ലാ ലെവലും വന്ന് സൂപ്പർ ചാറ്റ് ചെയ്യും. ലവ് യു ജ്യോതി, ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു. അടി ഇവള് സീനാണ്. ഞാൻ കാര്യം പറയാം. മലപ്പുറം എഫ് സി, കണ്ണൂർ വാരിയേഴ്സ്, ട്രിവാൻഡ്രത്തിന്റെ ടീമിന്റെ പേരെന്താ? ട്രിവാൻഡ്രം വാരിയേഴ്സ് അല്ല, വാരിയേഴ്സ് കണ്ണൂർ അല്ലേ? അപ്പൊ ഓക്കെ 5 ടീമല്ലേ? അല്ല 6 ടീമാ. 6 ടീമാണ്. ഇത് സീനായിരിക്കും കേട്ടോ. ഇത് സീനായിരിക്കും. ഞാൻ കാര്യം പറയാലോ. എനക്ക് പറ്റുമെങ്കിൽ ഏതൊക്കെ ടീമിൽ കളിക്കാൻ പറ്റുമെങ്കിൽ സീനായിരിക്കും അല്ലേ? ഇതെന്തായാലും ജില്ലകൾ തമ്മിലുള്ള കളിയല്ലേ, അപ്പൊ ഈസി ആയിരിക്കും. മാച്ചിലെല്ലാം കേറാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ISL പോലെ ആയിരിക്കുമല്ലോ. ഇതെപ്പം മാച്ച് എപ്പം സ്റ്റാർട്ടിങ്? സൂപ്പർ ലീഗ് കേരള മാച്ച് ഡേറ്റ് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസണിന് സെപ്റ്റംബർ 7 തുടക്കം. എസ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ ലവ് ബ്രോ. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കൊച്ചി ഫോഴ്സ FCയും മലപ്പുറം FCയും ഏറ്റുമുട്ടും. കൊച്ചിയിലെ കളി നടക്കുന്ന ഫസ്റ്റ് കളി കൊച്ചി വേഴ്സസ് മലപ്പുറം. ആര് ജയിക്കും? അത് സീനായിരിക്കും കേട്ടോ. അത് നമുക്ക് ലൈവ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടില്ല. എനിക്കറിയില്ല. നോക്കണം. ഈ 8-നാണ് മത്സരം തുടങ്ങുക. ഉദ്ഘാടന ചടങ്ങുകൾ വൈകിട്ട് 6-ന് ആരംഭിക്കും. ബോളിവുഡ് സെലിബ്രിറ്റികളെയും പ്രശസ്ത ഗായകൻ ഡെപ്സിയെയും എല്ലാം ഉൾപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങ് അവസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കായിക താരങ്ങളും ചടങ്ങിനെത്തും. കൊച്ചി, തിരുവനന്തപുരം, മഞ്ചേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് സൂപ്പർ ലീഗ് മത്സരങ്ങൾ അരങ്ങേറുക. 6 ടീമുകൾ മത്സരിക്കുന്ന ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലാവും നടക്കുക. ഓരോ ടീമും തങ്ങളുടെ ഹോം ഗ്രൗണ്ടുകളിൽ 5 മത്സരങ്ങൾ വീതം കളിക്കും. തിരുവനന്തപുരം കൊമ്പൻസ് FCയുടെ ആദ്യ ഹോം മത്സരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 2-ാം റൗണ്ട് മുതൽ ആരംഭിക്കും. മഞ്ചേരി പയ്യനാട് ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം മലപ്പുറം FCയും തൃശൂർ FCയും. പയ്യനാട് നമ്മൾ ലാസ്റ്റ് ലൈവ് ഇട്ട സ്റ്റേഡിയം പയ്യനാട് സ്റ്റേഡിയം. ആടെല്ലാം കളിയുണ്ടല്ലേ? കണ്ണൂർ FCയും കാലിക്കറ്റ് FCയും കോഴിക്കോട് EMS. ആര് ജയിക്കും? ഓക്കെ, കൊച്ചി വേഴ്സസ് മലപ്പുറം. എപ്പാ? സെപ്റ്റംബർ 7 കളിയുണ്ട്. ഓക്കെ, ഇന്നത്തെ ഇത് സെപ്റ്റംബർ ആണോ? ഇനി 3 ദിവസം ഉള്ളൂ. ഇന്ന് 3 ദിവസം ഉള്ളൂ. FORCA കൊച്ചി ഓണർ പൃഥ്വിരാജ്. ഫോസ കൊച്ചി ഓണർ പൃഥ്വിരാജ്. കൊച്ചി ടീമിന്റെ ഓണർ പൃഥ്വിരാജ്. അങ്ങനെ ഓരോ ജില്ലയിലെ ടീമിന് ഓണേഴ്സ് നടന്മാരുണ്ടാവും. അങ്ങനെ അപ്പൊ കണ്ണൂർ ടീമിന്റെ ഓണർ ആസിഫ് അലി, കൊച്ചി ടീമിന്റെ ഓണർ പൃഥ്വിരാജ്, പിന്നെ മലപ്പുറം ടീമിന്റെ ഓണർ ആരാ? അതാണ് എനിക്ക് അറിയേണ്ടത്. മലപ്പുറം ടീമിന്റെ ഓണർ ആരാ? അതാണ് എനിക്ക് അറിയേണ്ടത്. ആരാ? മലപ്പുറം FC ഓണർ യൂസുഫ് അലിയാണോ? എടാ ആരാടാ? നിവിംപോളിക്കെന്തോ സീനായോലു. പീഡന കേസ് സീൻ വന്നോലു. ചങ്ങായി അങ്ങനെ ചെയ്യും നമുക്ക് തോന്നില്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാധാരണ പീഡന കേസിൽ നിവിംപോളി പീഡന കേസിന്റെ കാര്യം ഞാൻ പറയാം. സാധാരണ പീഡന കേസ് ഈ ആരോപണം വരുമ്പോൾ ഒന്നെങ്കിൽ നാട് വിടും, അതിന് രാജിവെച്ചിട്ട് ഓടും. ഇങ്ങനെല്ലാം നടക്കല്.
ചങ്ങായി പീഡന കേസ് വന്നിട്ട് 1 മണിക്കൂർ ആകുമ്പോഴേക്ക് പ്രസ് ക്ലബ് മറ്റേ മീഡിയന്റെ മുന്നിൽ പോയിട്ട് സംസാരിച്ച് ഞാൻ എവിടെയും പോലെ ആ ഇടത്തന്നെ ഉണ്ടാവും ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ചങ്കൂറ്റുള്ള ഒരുത്തനാണെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനല്ലേ അല്ലേ? യൂസുഫ് അലി യൂസുഫ് അലി തന്നെ ആണല്ലോ ഓണർ. ഓക്കെ, അപ്പം മലപ്പുറം ക്ലബിന്റെ ഓണർ യൂസുഫ് അലി, പിന്നെ പൃഥ്വിരാജ്, ആസിഫ് അലി, പിന്നെ ട്രിവാൻഡ്രത്തിന്റെ ഓണർ ആരാ? അവിടെ എല്ലാം ഇങ്ങനത്തെ ഓരോ ആൾക്കാരായിരിക്കും അല്ലേ? പക്ഷേ കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്കൊരു ക്ലബ് അങ്ങ് തുടങ്ങിയേനും. മാങ്ങാട്ട് FC. ഓ സീ മാങ്ങാട്ട് തൊപ്പി FC. അത് സീനായിരിക്കും കേട്ടെ, ആ കാര്യം പറയല. ഗെയിം അവിടെ ഈ ഗെയിമിങ് വിത്ത് പ്രൈം ഇവനെല്ലാം ബാൻ ചെയ്ത് വിടറ. ഏതാടാ ഈ പൂറി മോൻ പട്ടി തായോളി. ഓക്കെ, BR സൈറ്റിൽ കയറുക. BR സൈറ്റോ? എന്താ BR സൈറ്റ്? ഓ ലൊട്ടെ, നമ്മളെ സൈറ്റിൽ. ഓക്കെ ഓക്കെ അടെ ഓക്കെ ലൊട്ടേല് അവിടെ ഇന്ന് തന്നെ എന്തായാലും ഓർമ്മിപ്പിക്കണേ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ലൊട്ടയിൽ കയറണം. കുറേ കാലമായി കയറിയിട്ട്. ഓക്കെ, ഒരു സൈറ്റ് തുടങ്ങിയിട്ടിട്ട് നമ്മ അതിൽ കയറിയിട്ട് കുറേ കാലമായി. ഞാൻ കാര്യം പറയാലോ, ഒമേകളിലേക്കാളും നമുക്ക് മുകളിൽ എത്തിക്കണം നമ്മളെ സൈറ്റ്. ഓക്കെ, ലൊട്ടയിൽ ഇന്ന് എന്തായാലും എന്നെ ലൊട്ടയിൽ കയറണം, മറക്കല്ല, നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഞാൻ കാര്യം പറയാലോ. ഓക്കെ, നമുക്കിന്ന് ഡിസ്കോഡ് റിയാക്ഷൻ ചെയ്യാം. ഡിസ്കോഡ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. PV donated 40 രൂപ through Google Pay. ചാലോട് സഫ്വാൻ FC. ചാലാട് സഫ്വാൻ FC. എടാ കാരണം പറഞ്ഞേ ഫയാസ് PV ഓന്റെ അതൊക്കെ ചങ്ങായി തന്നെ ആയിരിക്കും. DQ ആസിഫ് എടാ ആസിഫിനെ വിളിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാരും എന്തിനാ വിളിക്കാൻ പറയുന്ന എനിക്ക് മനസ്സിലായി. ഓക്കെ, ഓനിക്കുള്ള ഞാൻ കൊടുത്തോളൂ. ഓക്കെ, അടി ഇവ സംഭവം എന്താ അറിയോ? ജ്യോതിനെ വിളിച്ചാലോ? എടാ സംഭവം ആസിഫിന്റെ കേസ് ഞാൻ പറയട്ടെ. അവിടെ ഇന്ന് എന്തായാലും ഓരോ വീഡിയോ കോള് കുറച്ച് ഓക്കെ, നമ്മൾ ലൈവ് തുടങ്ങിയാട് ഓരോ വീഡിയോ കോള് ഓനാര് ദുൽഖർ സൽമാനാ. നമുക്ക് കുറച്ചേര് കോൾ ചെയ്യാം. ഓക്കെ, നമ്മളെ പരിപാടിയിൽ കയറ്റി നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, ഇവന്റെ പരിപാടി ഞാൻ പറഞ്ഞിട്ട്, ഇവന് ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് മറ്റേ വാട്സപ്പ് ചാനലിലെല്ലാം ആൾക്കാർക്ക് പോയിട്ട് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നതാ. ഓരോ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ആൾക്കാരെ പഠിപ്പിച്ചു വിടുന്നത്. എനിക്കൊന്ന് മിക്കവാറും രാവിലെ മുതൽ എന്നോട് ഇരുന്ന് ചോദിക്കുന്നുണ്ട് എത്ര മണിക്കാ ലൈവ് എന്ന്. എനിക്കൊന്ന് മിക്കവാറും ചെക്കൻ മൊത്തം ഏറി വെച്ച് പഠിച്ചിട്ടാണ് വരുന്നുണ്ടാവും കേട്ടോ. എന്തെങ്കിലല്ലോ അതെ ലക്ഷ്മിനെ വിളിക്കാം. എന്താ പറയുക, എടാ ഒറിജിനൽ ഫാൻ ഇവള് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ കാര്യം പറയാം. ഇതിലേത് ജ്യോതിലക്ഷ്മി അത് ഞാൻ മറന്നു. നമ്മൾ അന്ന് കോളേജിനല്ലോടാ, റൂട്ടർ ലൈവിൽ നമ്മൾ കോളേജിനല്ലോ. എന്തേനു ഞാൻ കാത്തിരിക്കുക. ഈ പൂറിമോനാണെങ്കിൽ ലൈവ് ഇട്ടോണ്ട് ഞാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്തതും അവന്റെ അടുത്ത് ഞാൻ കരഞ്ഞു ബ്രോ എപ്പോൾ ലൈവ് ഇടും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്തുവാ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ അടുത്ത് പോയി ചോദിക്കും. പറഞ്ഞില്ലേ ഞാനൊന്ന് അവന്റെ ലൈവിൽ ഒന്ന് കാണിക്കാൻ പറയൂ. ഒന്ന് കേറട്ടെ, ഒന്ന് ലൈവ് കേറട്ടെ. ഞാൻ കാത്തിരിക്കുക. രാവിലെ ഒന്നിന് കാത്തുക്കട പാവം. രാവിലെ ഒന്നിന് കാത്തുകട സ്റ്റോറി ഇട്ടേ ലൈവ് ബ്രോ. ആദ്യം അവൾ കുറച്ച് ഹോപ്പൊക്കെ തന്നായിരുന്നു. അപ്പൊ എന്റെ വൺ സൈഡ് ലവ് സ്റ്റോറി കേൾക്കാനുള്ളവർ ജോയിൻ. അടുത്ത കൊണ്ടെത്തരോ അതാ. അല്ലാ, ഇവരിട്ട പോലത്തെ ഷർട്ടാന്നല്ലേ കേട്ടിട്ട് ഊരി കളഞ്ഞാലോ. എടാ അന്ന മഴവില്ല് പറയാൻ പറ്റില്ല. ആ കാര്യമല്ല, അന്ന മഴവില്ല് പറയാൻ പറ്റില്ല. ആടും പെണ്ണും കൂടി ഒരുമിച്ച് നിന്നാൽ അത് റിലേഷൻ. ഇത് ഞാൻ കണ്ടില്ല. ഒരാണും പെണ്ണും കൂടി ഒരുമിച്ച് നിന്നാൽ അത് റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുന്ന കുറെ 90s വസ്ത്രങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഷീ ഈസ് മൈ സിസ്റ്റർ. എന്നെക്കാൾ ഏജ് ഉണ്ട്, സ്വന്തമല്ല,
ബട്ട് വി ആർ ലൈക്ക് ദാറ്റ് ബോണ്ട്. ഇവൾ തൊപ്പിയുടെ ഫാനാണ്, അറിവില്ലാത്ത പ്രായത്തിൽ തൊപ്പിക്ക് ബിഗ് ഫാൻ പ്രോ എന്നൊക്കെ മെസ്സേജ് അയച്ച് ഇട്ടിട്ടുണ്ട്. അത് മുതലെടുത്ത് എന്നെ ഇവളെ റിലേഷനാക്കി ഇവളെ റിലേഷൻ ആക്കിയതാ. ഞാൻ റിലേഷൻ ആക്കാത്ത ഞാൻ മാമപ്പണിക്ക് പോകുന്നതാ. ഇവരെന്തെല്ലാം എഴുതി വെച്ചേ ബ്രോ. എടാ എനക്ക് അറിയില്ലായിരുന്നു ഇവന്റെ ആരാ ഇവള് നിനക്ക് അറിയില്ലായിരുന്നു. അവിടെ ഇവരെ വിളിച്ചാലേ ഇവന് ഇപ്പൊ തന്നെ ഇവരെ വിളിക്കാതെ നിനക്ക് തോന്നുമുത്ത് നിക്ക്. ഓക്കെ 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 അർഷദ് അയ്യോ രൂപ 50 പൈസ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നല്ല ഒരു സോങ് പാടി സ്റ്റാർട്ട് ചെയ്ത് കുറെ ആയില്ലേ? സോങ് എല്ലാം കുറച്ചായിട്ട് പാടാ. അവിടെ ഒരു 5 മിനിറ്റത്തേക്ക് ആരും സൂപ്പർ ചാറ്റ് ഇല്ല. വെയിറ്റ്, ഇവിടെ ഒരു ആള് വന്നിട്ടുണ്ട്. അയ്യോ ബ്രദർ, എന്തല്ല എന്ത് നീ എന്താ സമാധാനത്തിൽ വർത്താനം പറയും? നീ ഇത്ര ഭയങ്കര വെഗിളിയായിരുന്നല്ലോ രാവിലെ മുതല്. നീ വെഗിളി പിടിച്ചോല്ല. ഞാൻ തൂറായിരിക്കും വന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഓർമ്മ ബ്രോ ബ്രോ ഇത് ശരിയല്ല ബ്രോ ബ്രോ ബ്രോ. അല്ല ഞാൻ പറഞ്ഞു ഞാൻ തൂറിനാ നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒരു സാധനം അയച്ചെന്നില്ലല്ലോ, കേട്ടില്ല. അത് കിട്ടീനാ? അല്ല ഞാൻ ഒരു സാധനം പൊട്ടിച്ചെന്നില്ല, കിട്ടീനാ? സാധനം റിസീവ് ആയിനാ? അല്ല ഞാൻ നേരത്തെ തൂറുമ്പോ ഞാൻ ഒരു സാധനം നിനക്ക് ഇട്ടന്നിന്, ഒരു ഓഡിയോ ഇട്ടന്നിന്. ഒന്നുമില്ല അത് സംഭവം നിനക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയാം. സംഭവം നിന്റെ ചെവിയിൽ അത് എത്തിയിന്. അടുത്ത ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇട്ടല്ലോ. ഓക്കെ, എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് പൊട്ടിച്ചേരാ. എന്താ പറയുന്നത്? ഡീലാണോ? ഹലോ യോ ബ്രദർ. അടി ഇവന് 249 റീചാർജ് ചെയ്ത് കൊടുത്താലോ? എന്തു പറയുന്നത്? അടി 249 റീചാർജ് ചെയ്ത് കൊടുത്താലോ? എടാ ആസിഫ, എടാ 249 റീചാർജ് ചെയ്തട്ടെ. കുറച്ച് ഫാസ്റ്റുള്ള ഇന്റർനെറ്റ് ആക്ക്. എടാ കേക്കാം. എടാ റീചാർജ് ചെയ്തട്ടെ, 249 റീചാർജ് ചെയ്തട്ടെ. എടാ എല്ലാം ഒരു കാര്യം ചെയ്യാം ആസിഫ്, ഒരു കാര്യം ചെയ്യാം. 29 റുപ്യന്റെ കാർഡ് ഉണ്ട്, അത് ചിരണ്ടിക്കോ. ഞാൻ അയച്ചു തരാം. അത് ചിരണ്ടിട്ട് റീചാർജ് ചെയ്തോ. കുറച്ച് സ്പീഡുള്ള നെറ്റ് ആക്കടാ. എടാ എന്താടാ, നമ്മക്ക് ഇച്ചിമുള്ളികളല്ലാടെ ഉള്ളൂ. നിങ്ങളെ പോലത്തെ വലിയ ആണോ? എടാ സോറി എന്റെ ഫാൻസിൽ കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ട്. ഐ എം സോറി. നിനക്ക് അങ്ങനെ സൈബർ ബുള്ളി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അതിനെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലടാ. എടാ തെറി വിളിക്കണ്ട ആസിഫ, മര്യാദയ്ക്ക് അതിനോട് സംസാരിക്കുന്നത്. പൂരി മൈരി എന്നുള്ള വർത്താനം ഇവിടെ പറഞ്ഞ പുണ്ടച്ചി മോനെ തലയടിച്ച് പൊട്ടിക്കും. കേട്ടാ പൂരി മോനെ, കേട്ടാ മൈര നാളെ എന്റെ വീട്ടിലേക്ക് വരും, മനസ്സിലാ? ഗ്യാങ് ആയിട്ട് വരും മൈര. എടാ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിക്കണം. പൂരി മൈര ഒന്ന് വർത്താനം ഇവിടെ പറഞ്ഞ് പറയണ്ട, കേട്ടാ? ഞാൻ മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കുന്നത്. എടാ നിനക്ക് ബട്ട് ഹേട്ടാന്ന് എനിക്ക് മനസ്സിലായി, നീ കുറച്ച് ഹേട്ടാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിക്കണം, എനിക്ക് അത്രേ പറയണം. ഞാൻ നിന്നോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. ഓക്കെ, ലോജിക്കലായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ഓഫ് ചെയ്യാം. ഇതെന്താ 3GB ജാപ്പനീസ് ഫോൺ കാണുന്ന ഞാന്? ഇതെന്താ ജാപ്പനീസ് കുത്ത് കാണുന്ന പോലെ ഇല്ല നിന്നെ കാണാൻ? എനക്കൊന്ന് നിന്റെ മൂക്കാണ്. ശരിക്കും അല്ല ബോഡി ഷേമിങ് അല്ല, നിന്റെ ഇന്റർനെറ്റ് ഷോക്കാണ്, മനസ്സിലാവും? മറ്റേ ജാപ്പനീസ് കുത്തില് ഇത് സെൻസർ ചെയ്ത പോലെ കാണുന്നത്. കറക്റ്റ് ഷേപ്പ് അല്ലടാ, കറക്റ്റ് ഷേപ്പ്. എടാ സോറി എടാ എനിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവ്, അതുകൊണ്ട് ഇപ്പൊ ഈ ടിൻഡുമാൻ കോമഡിയിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ എന്നാ വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. പറ, ലോജിക്കലായിട്ട് സംസാരിക്കാം. എടാ നീ ഇല്ലാത്ത ടൈം, ഫസ്റ്റ് ഓഫ് ഓൾ നീ ഇല്ലാത്ത ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കോൾ ചെയ്ത് നോക്കി. നീ സംഭവം ഞാൻ ചോദിച്ചപ്പോ നിന്റെ കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞത് ഇവൻ പേടിച്ചിട്ട് പുതപ്പിന്റെ ഉള്ളിൽ കൂടിയിട്ടുള്ള കട്ടിന്റെ അടിയിലുള്ളതെന്നല്ല എല്ലാരും പറഞ്ഞേ. എനക്കറിയില്ല, ഏതെല്ലോ ഷാമില് ഏതെല്ലോ ആണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കാണുന്നുണ്ട്. ആരെല്ലോ മെസ്സേജ് അയച്ചിട്ടാണ് ആസിഫിന് പേടിപ്പനിയാ, ആസിഫ് കട്ടിന്റെ അടിയിലാന്നെല്ലാം വേറെ തമാശ പറഞ്ഞായിരിക്കും, എനിക്കറിയില്ല. ചിലപ്പോ തമാശ പറഞ്ഞായിരിക്കും, എനിക്കറിയില്ല. ആണോ? That was a good one. Okay. ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആ പറ.
പെണ്ണിനെ വെച്ച് കമ്പയർ ചെയ്തല്ലോ, നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച്. മൈ മിസ്റ്റേക്ക്. ഓക്കെ എടാ ഞാൻ നിന്റെ മൊത്തം എടാ ഇത് നീ 2 ദിവസമായി നീ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ ഗൈസ് ഇവന്റെ ഒന്നിച്ചുണ്ടായ ആ പെണ്ണ് ഇവന്റെ ഗേൾ ഫ്രണ്ട് അല്ല. ഓക്കെ ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇവന്റെ അക്കൗണ്ട് ഫുള്ള് നോക്കിയപ്പോ ഒറ്റ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒറ്റ ഫോട്ടോ ഉള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും. ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചാറ്റിൽ ചോദിച്ചപ്പോ എല്ലാരും യെസ് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്ത്. പിന്നെ ഞാൻ എന്താ വിചാരിക്കണ്ടത്? അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ ആ ചാറ്റിൽ യെസ് കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നിന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും. എടാ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയും, മര്യാദക്ക് സംസാരിക്കണം. എടാ സമൂസ മൂക്ക പുണ്ടച്ചി അറുവാടി കുതിരക്കുണ്ടി, മര്യാദക്ക് സംസാരിക്കണം. തന്തൊക്കെ വിളിക്കുമ്പോ നീ സൂക്ഷിക്കണം. ആസിഫ ചെറിയ പ്രായം. ഞാൻ വന്ന് വരഞ്ഞിട്ട് പോകും. നീ വെറുതെ എന്നെ ഇതാക്കല്ല, ഊമ്പാൻ നിൽക്കണ്ട ഇവിടെ വെച്ചാൽ. ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിക്കണം, തിരിച്ചും മര്യാദക്ക് സംസാരിക്കാനുള്ള ഇത്. എടാ ഇവനോട് സംസാരിക്കാല്ലടാ എടാ ഞാൻ അത്ര നല്ലതാടാ. ഞാൻ ഇത്ര സമയത്ത് ഇവനെ തന്തൊക്കെ വിളിച്ച എന്തെങ്കിലും പറഞ്ഞ ഇവനാ. ഇവ എന്തൊരു എടാ എൽ ക്യാരക്ടർ ബ്രോ, എൽ ക്യാരക്ടർ. എടാ ഇവനെ ഞാൻ ഇപ്പൊ തന്നെ എടാ ഞാൻ എടാ ഉറപ്പിച്ചില്ല, ഞാൻ കൺഫേം അല്ല, നമുക്ക് നോക്കാന്ന് പറഞ്ഞത്. എനിക്ക് സംശയം ഉണ്ടെന്ന് മാത്രം. എടാ അതിലൊരു ഹ്യൂമർ സെൻസിൽ എടുക്കണ തമാശടാ ബോ. എടാ പിന്നെ തന്തൊക്കെ വിളിച്ചാൽ കേട്ടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് അത്രയും മാന്യമായിട്ട് ഞാൻ സംസാരിച്ചത്. എടാ നീ അവൻ കുണ്ടനാണെന്നാ എടാ കാര്യം. എടാ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പൊ അങ്ങനെ തന്നെ തോന്നുന്നടാ. കാര്യം പറയല, ഇത്ര സമയം ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഇവന്റെ ക്യാരക്ടർ അല്ലാടാ. കാര്യം പറയാം, ക്യാരക്ടർ എല്ലാം സത്യം പറയല. ഓക്കെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാരിറ്റി തരാം. ഓക്കെ ഞാൻ നിന്റെ ഒന്നിച്ച് ആ പെണ്ണെ കണ്ടപ്പോ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഞാൻ സംശയിച്ച് ചാറ്റ് ചോദിച്ചപ്പോ യെസ് പറഞ്ഞു. ഓക്കെ അത്ര വരെ ഞാൻ പറഞ്ഞു. അതിന് ശേഷം ലൈവ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നിന്റെ ഗേൾ ഫ്രണ്ട് അല്ല. കാരണം ഓളെ എനിക്ക് മുന്നേ പരിചയമുള്ള ആളാണ്. എനിക്ക് മറന്നു പോയതാണ്. എനിക്ക് കൊറേ ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ. എടാ അതിന് തമാശയാടാ. എടാ അവളെ ഞാൻ ഇങ്ങനെ എടുത്തേന്ന് പറഞ്ഞ ഇതെന്താ ഇത് 1700 ഒരു പെണ്ണിനെ നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങ് എടുത്തു കൊണ്ടുപോകാൻ. എടാ അതെല്ലാം ബ്രോ ക്ലിയർലി അതൊരു ഫണ്ണല്ലേ. ഒരു പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട എടുത്തോണ്ട് പോകാൻ. ഇതെന്താ എന്ത് കാണിച്ച് എന്ത് ഓളെ കണ്ട് ഞാൻ എന്ത് കാണിച്ച് ഒന്ന് പറഞ്ഞേ. എന്തൊരു മാതിരി നീ ബബ്ബാക്കല്ല, നീ പറ, നീ കാര്യം പറ. ഞാൻ ഓളെ കണ്ടിട്ട് എന്ത് കാണിച്ച്? ഒറ്റ സെക്സി എടാ ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല ആസിഫെ. നിങ്ങക്ക് പറയാനൊന്നും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങക്ക് ആൻസൈറ്റി ഉണ്ടാവും, നിങ്ങക്ക് പേടി ഉണ്ടാവും. നിങ്ങക്ക് പേടി ഉണ്ടെങ്കിൽ നീ കട്ടിന്റെ അടിയിൽ ഓടിക്കാം. അല്ലാണ്ട് ഞാൻ പറയാത്ത കാര്യം എടുത്തിടാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ സെക്സി എന്ന് പറഞ്ഞ ചാറ്റ് കഴിഞ്ഞ ലൈവ് എടുത്തിട്ട് നോക്ക്. ഞാൻ ആ പെണ്ണിനെ എപ്പോ സെക്സി എന്ന് പറഞ്ഞ ബ്രോ ഐ നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. ഓക്കെ എടാ മൈര നീ ഇല്ലാത്ത വാക്ക് പറഞ്ഞു. സെക്സി എന്നുള്ളൊരു വേർഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടാവാനെ വീട്ടിൽ പോയിട്ട് വിളിച്ചാൽ മതി, കേട്ടില്ല? നീ കട്ടിന്റെ ഉള്ളിൽ ഒളിച്ചു വെക്കുമ്പോ നിന്റെ സൈഡിൽ നിന്റെ തന്ത ഉണ്ടായിട്ടില്ലേ, ഓനെ പോയിട്ട് വിളിച്ചാൽ മതി, കേട്ടറാ. നീ എന്നെ പേടിച്ചിട്ട് ഞാൻ കോൾ ചെയ്തപ്പോ കട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടില്ല. അപ്പൊ സൈഡിൽ ഇരുന്നിട്ടുണ്ടാവും നിന്റെ തന്ത പട്ടി. അള്ളാണെ ഞാൻ തെറി വിളിക്കാം. ആൾക്കാർക്ക് സഹായം ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി പറ, ആദ്യം മുതൽ പറ. സെക്സ്വലി അബ്യൂസാ? അതിന് നീ ആറാ അണീറോസാ? നിന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്യാൻ നീ ആര്? അണീറോസാ? അടി ഇവരെ നോക്കണേ, ഇവന്റെ മോന്ത നോക്കടാ. കുതിരക്ക് മൂക്കിപ്പൊടി ഇട്ട പോലെ ഉണ്ട് നിന്റെ കാണാൻ. നിന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്യണ എടാ മുത്തേ. തമാശയാതല്ലോ നിന്നെ കാണുമ്പോ കടിയേറിയവരെ അഭിനയിക്കുന്ന എടാ തമാശയാതെ. അല്ലാണ്ട് നിന്നോട് എനിക്ക് സെക്സ്വലി ഹെറോസ് ആയതല്ല. ഇത് ആറവൻ അയ്യേ അണീറോസാ നീ? എടാ പോളാ.
ഇല്ല നീ സംസാരിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. നീ ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. ഞാൻ പെണ്ണിനെ സെക്സി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സെക്സി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ ആ പെണ്ണിനെ കണ്ട് എൻ്റെ ഓണസ്റ്റ് റിയാക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉള്ളത് ഞാൻ മറന്നു. ഓളോട് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ മൊത്തം ഞാൻ മറന്നു. ഞാൻ ഓളെ ഫസ്റ്റ് അവിടെ കാണുമ്പോൾ എൻ്റെ ഓണസ്റ്റ് റിയാക്ഷൻ എടാ അടിപൊളി പെണ്ടടാ, സൂപ്പർ കൊച്ചടാ, അതിലെന്താ ഇതുള്ളത്? ഒരു ഭംഗിയുള്ള ഒരു കൊച്ചിനെ കണ്ട ഭംഗിയുണ്ടെന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ ഓളെ കണ്ടപ്പം ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. എടാ അടിപൊളി പെങ്കൊച്ചു എന്ന് പറഞ്ഞു, അതിലെന്താ തെറ്റുള്ളത്? നീ എന്തായാലും സെക്സി എന്ന് പറഞ്ഞു. ഞാൻ സെക്സി എന്നുള്ള എടാ എനക്ക് അറിയാം ഒരു പെണ്ണിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം ബ്രോ. ഐ റെസ്പെക്ട് വുമൺ. ഓക്കെ ബ്രോ, ഞാൻ പെണ്ണുങ്ങളെ അല്ല ബാഡായിട്ട് ഞാൻ റിയാക്ട് ചെയ്യലുണ്ട്. ഞാൻ ബാഡായിട്ട് ഗേൾസിനെ റിയാക്ട് ചെയ്യലുണ്ട്. അതും ഇതും കാണിച്ച് നടക്കുന്ന പെൺപിള്ളേരാ ഞാൻ ബാഡായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ആ പെണ്ണ് നീ ഇപ്പൊ പറഞ്ഞ പെണ്ണ് സ്നേഹനല്ല എനിക്ക് അറിയുന്നത്. അവര് നല്ല പെങ്കൊച്ചാണ്. ഓളെ കുറിച്ചൊന്നും ഞാൻ ഒരു മോശവും പറഞ്ഞിട്ടില്ല. ഒരു മോശം ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് എക്സ്പോസ്? സ്ക്രിപ്റ്റ് ബ്രോ, വാട്ട് ദ ഫക്ക്? 2023 അയച്ച മെസ്സേജ് എങ്ങനെയാ സ്ക്രിപ്റ്റ് ആവുന്നത്? നീ എന്താ ഇവരെന്താ ഇവര് ലോജിക്കില്ലടാ തലയില്. ബ്രോ ഒരു കൊല്ലം മുന്നേ കണ്ടതാ ബ്രോ. ഞാൻ ഒറ്റ കാര്യം പറയാം ആസിഫെ, നീ സെലിബ്രിറ്റി ലൈഫിലേക്ക് ആദ്യമായിക്കൊണ്ട് നിനക്ക് അറിയില്ലായിരിക്കും. എനിക്ക് ഡെയിലി ഒരു 100 പെമ്പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കും. ഈ 2023 ഓള് മെസ്സേജ് അയച്ചത് ഞാൻ ഇന്നെങ്ങനെയാ ഓർത്തിക്കുക? നീ എന്താ മണ്ടത്തരം പറയുന്നത്? നീ സെലിബ്രിറ്റിയാ അതറിയില്ലേ? എടാ നീ എന്നെ ലൈവില് വന്ന് നീ എന്നെ സെലിബ്രിറ്റിയാ. നിന്റെ ആഗ്രഹം നടന്നില്ലേ? നിന്റെ ആഗ്രഹം നടന്നല്ലോ, എനക്ക് അത് മതി. എനക്ക് മതിയാ പൊന്നുമോനെ. നിന്റെ ആഗ്രഹം നടന്നില്ല, അത് മതിയാ പൊന്നുമോനെ. ആ എന്ത് ഗേ എന്ന് പറഞ്ഞ എടാ ഗേ ആണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. നിന്നെ കണ്ടപ്പം നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പം എടാ നീ നിന്റെ റീൽസിൽ നീ 3 ദിവസം എഴുതി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വന്നിട്ട് പറയല്ലേ? നീ ഇവിടെ സ്പോട്ട് ഇത് ലൈവാ നീ റീൽസിൽ പറഞ്ഞ കാര്യം ഇവിടെ വന്നിട്ട് പറയല്ലേ? പറഞ്ഞോട് നിനക്ക് കടന്നു തരാൻ ഞാനും പറഞ്ഞല്ലോ പറഞ്ഞോടുക്ക കടന്നു തരാൻ. നീ എന്താ ഇടവേള വാങ്ങുവോ? എല്ലാരും ചിരിക്കോ? മൊള്ളയാടാ. ആണെങ്കിൽ നീ ആണോ അല്ലല്ലോ, പിന്നെന്തിനാ നീ വിഷമിക്കുന്നേ? ഓക്കെ എന്നിട്ട് നീ ഗേ ആണെങ്കിൽ 1 മീറ്റർ അകലത്തിൽ മാറിക്കണോന്നിട്ട് എന്റെ ഫോട്ടോ കണ്ടിട്ട് നീ എന്തോ ചെയ്യുന്ന മാസ്റ്റർബേറ്റ് ചെയ്യാൻ നോക്കിയതാ? ഞാൻ അങ്ങനെ ചെയ്താ അറിയാണ്ടായിപ്പോയതാ. എടാ ഞാൻ സത്യം പറയട്ടെ, നീ ഒരു ആറ്റം ചരക്കാണ് ആസിഫ്. നീ ഒരു ആറ്റം ചരക്ക. നിന്നെ കണ്ട ആർക്ക് കമ്പിയോ? സത്യം പറയാൻ ആസിഫെ, അതുകൊണ്ട് നോക്കിയത്. എടാ തെറി വേണ്ട, തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും നോക്ക. തെറി വേണ്ട, പട്ടിപ്പൂറി മോനെ തലക്ക് അടിക്കും മൈര. എടാ എന്റെ പിള്ളേരെ എടാ ഇവന്റെ പുരക്കേക്ക് പോയാലോ? എടാ ഒരു IR ഇട്ടിട്ട് ഇവന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലോ? എടുത്തിട്ട് കുടഞ്ഞാലോ? ചാറ്റ് എന്ന് പറഞ്ഞേ. എടാ ചാറ്റ് പറ. എടാ നിന്റെ പേടി എനിക്ക് മിഞ്ഞാന്ന് മനസ്സിലായതാ. കട്ടിന്റെ ഉള്ളില് തന്നെ ഒന്നിച്ച് കട്ടിന്റെ ഉള്ളില് ഓർമ്മണ്ടാ? എടാ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു നിനക്ക് പേടിപ്പനിയായിരുന്നു. ആ ദിവസം മൊത്തം നീ ഡിപ്രഷൻ ആയിരുന്നു. ഞാൻ എല്ലാം അറിഞ്ഞത് ആസിഫ. വെറുതെ നീ എന്റെ അടുത്ത് വന്ന് കള പറയല്ലേ മോനെ. എടാ ഞാൻ നിന്റെ കാര്യം പറഞ്ഞത്, എന്റെ കാര്യമല്ല. എടാ ഇവൻ തെറി വിളിച്ചോണ്ടിരിക്ക. ഞാൻ കോള് കട്ട് ചെയ്യാൻ പോയി നോക്കാം. നീ എന്തെങ്കിലും ലോജിക്കലായിട്ട് ലാസ്റ്റ് എടാ 2 മിനിറ്റ് കൂടി തരാം എന്റെ ലൈവില്. എനിക്ക് എന്തെങ്കിലും ലോജിക്കലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും.
ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അവിടെ പോടാ. അവിടെ ഇല്ല അവിടെ ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല. അവിടെ ഇല്ല. എടാ നീ തന്നെ പറയുന്നു കുണ്ടന്മാര് വേണ്ട, കുണ്ടന്മാരെ അടുപ്പിക്കൂല, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് നീ തന്നെ പറഞ്ഞു ആരെങ്കിലും എന്നെ വന്ന് പണ്ണു, എനിക്കൊരു നല്ല ചാൻസ് തന്നാ മതി. എടാ നിനക്ക് എന്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാ, പീരിയഡ്സ് വല്ലതും ആണോ? എടാ സത്യം പറഞ്ഞ സിനിമക്കാരൻ നല്ല ആഗ്രഹമുണ്ട്, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യൂടാ? കാര്യം പറയാം, ഞാൻ ആർക്കും കടന്നു കൊടുക്കും. ഇല്ല അതിലെനിക്ക് ഇതില്ല. കാരണം എടാ ഞാൻ കാര്യം പറയാം, എനിക്ക് സിനിമക്കാർ അത്ര ആഗ്രഹം. എടാ നിനക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ? നിനക്കൊരു ഡ്രീം അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഡ്രീം ഉണ്ടോ? അല്ല നീ പറ എനക്ക് അറിയാം. അല്ല ഇത്ര സമയം എടാ ഈ വെകിളി വർത്താനം നിർത്തി. ഞാൻ കാര്യം പറയാം, നിനക്കൊരു ഡ്രീം ഉണ്ടോ ഇല്ലയോ? എന്താണ് ഡ്രീം? എടാ വെറുതെ എന്റെ അടുത്തല്ല, നിന്റെ ഓഡിയൻസിനോട് പറയുന്നതെന്ന് വിചാരിച്ചാ നീ പറ. എടാ എന്റെ അടുത്ത് പറയുന്നതായിരിക്കണം, നീ നിന്റെ ഓഡിയൻസിനോട് പറഞ്ഞാൽ മതി. എന്താ ഡ്രീം നിന്റെ? എടാ സത്യം പറഞ്ഞല്ലേ, എടാ ഞാൻ ഒരു കാര്യം പറ്റേ, നീ ലൈഫിൽ ഇതുവരെ കാണാ, നീ ഇപ്പൊ ചോദിച്ചില്ലേ നീ സെലിബ്രിറ്റി അല്ല, നീ എന്നോട് ചോദിച്ചില്ലേ നീ സെലിബ്രിറ്റി ആണോ, എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്? ഒറ്റ മിനിറ്റ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, മഴവില് സ്പാം ചെയ്യുന്ന കുന്നകളോട് പറയാണ്, അവന്റെ ലൈവില് അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുന്നകളല്ലേ കാണൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ ബ്രദർ, ലെറ്റ് മീ ഷോ യു സംതിങ്. എടാ നിക്ക് മമ്മോ, ഇവൻ പറയാ നീ സെലിബ്രിറ്റി ആണോ, നിനക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? നിനക്ക് നീ ചത്ത് കടന്നാലും കിട്ടാത്തൊരു സാധനം. എന്താ അവാർഡ്? സീരിയസ്ലി നീ ചത്ത് കടന്ന് കുനിഞ്ഞു കൊടുത്താൽ, നീ നിന്റെ തന്തി ഒരുമിച്ച് കുനിഞ്ഞു കൊടുത്താൽ നിനക്കിത് കിട്ടൂല. ബ്രോ what the fuck, respect bro, respect. ഇത് നിനക്ക് ഒരിക്കലും കിട്ടാത്ത സാധനം, മനസ്സിലായോ? ആ പറ ബ്രോ. ആ ആര് എപ്പോ? അല്ല നീ പറഞ്ഞത് ഞാൻ ചെയ്തതാണോ എന്ന് എനിക്കറിയണ്ടേ, അതല്ല ഞാൻ ചോദിക്കുന്നത് എപ്പോ? പറഞ്ഞോ അല്ല ഞാൻ ഇതിന് മുന്നേ, നീ എന്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിന്നെ എവിടെയും കണ്ടിട്ടില്ല, മനസ്സിലായോ? ആരും പറയുന്ന കേട്ടില്ല. അതിന് ശേഷമാണ് നിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും. ഓക്കെ, അതിന് മുന്നേ ചെക്കൻ റൊമാൻറ്റിക് സാധനങ്ങളെല്ലാം ചെയ്യലുണ്ട്, റൊമാൻറ്റിക് ഹീറോ ആണ് എല്ലാരും. ആ ഓക്കെ. അപ്പൊ നീ പറഞ്ഞ് ഇവ എന്റെ വീഡിയോ വെച്ച് ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു എന്റെ റീലില്, ഞാൻ ഇവനെ വെച്ച് ഫേമസ് ആവാൻ വന്നതുമല്ല, ഇവ എന്നെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു പറയുന്നു. അതുവരെ എനിക്ക് നീയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല, എനിക്ക് നിന്റെ വഴിയിൽ വരാൻ എനിക്ക് ഒരു ഇതും ഇല്ല. ഓക്കെ എടാ സത്യം, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ആസിഫേ, ഇത് വെറുതെ എടാ ഇതേ ഫീലിംഗ് തന്നെ എനക്കും, സത്യം പറയല്ല ഇതേ ഫീലിംഗ് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഇങ്ങനത്തെ ടോക്കേ അല്ല പ്രതീക്ഷിച്ചത്. നീ നേരെ കയറി തെറിയെല്ലാം വിളിച്ചപ്പാന്ന് എനിക്ക് റോങ് ആയത്. കാര്യം പറയല, ഞാൻ നോർമലായിട്ട് സംസാരിക്കുമ്പോ നീ തെറി വിളിച്ച, അങ്ങനെ റോങ് ആയത്. എടാ തമാശ ബ്രോ ടേക്ക് ഇറ്റ് ആസ് എ ഫൺ ബ്രദർ, കം ഓൺ. എന്താ നീ പേടിച്ചാ? വിളിച്ചതല്ലാന്ന് പറയുന്നത് നീ പേടിച്ചാ? എടാ അതുപോലെ അല്ലല്ലോടാ, തന്തക്ക് വിളിക്കുന്ന പോലെ അല്ലല്ലോടാ. നീ ജെൻഡർ മാറ്റി, നീ ഫെമിനിസ്റ്റ് എങ്ങാനോ ഇടക്കിടക്ക് ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യുന്നത്? ഇവരാര്? നീ LGBT സപ്പോർട്ടർ ആണോ ശരിക്കും? ആ എടാ നീയും ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീയും കൊണക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആ റെസ്പെക്റ്റില്ലേ തിരിച്ച് കാണിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ നിനക്ക് സ്പേസ് തരുന്നുണ്ട്, സമയം തരുന്നുണ്ട്, സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് സംസാരിക്കാൻ വേണ്ടി നീ സംസാരിക്കാൻ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ, പറഞ്ഞോ.
വീഡിയോ ചെയ്ത് വന്നേണ് തൊപ്പി. അല്ലാതെ നിന്നെ പോലെ അപരാധം കാണിച്ചു ഒന്ന് 4 ആള് ശ്രദ്ധിച്ചപ്പ പിന്നെ നീ പോയി എല്ലാരെയും പോയി സഹായിച്ച് നല്ല പേരുണ്ടാക്കിയവൻ. എനിക്ക് അതുപോലെ ആയി, എനിക്ക് അവാർഡ് വാങ്ങാൻ പറ്റും. പറഞ്ഞുതരാം. സഹായിച്ചതിന്റെ അവാർഡല്ല ബ്രോ, ഐ എം എ ഗെയിമർ. If you don't know, this is a gamer award. This is a stream. Bro, ആൾക്കാർ സഹായിച്ചതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഒന്ന് പറയട്ടെ, ഒരു 4 ആള് നീ മറ്റേ നിക്കറിനകത്ത് നീ കുറച്ച് ഫുഡ് ഇട്ടതും പിന്നെ നീ ക്യാമറ ബ്രോ അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, കാര്യം പറയാല ബ്രോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് ഞാൻ സത്യം പറയാല. ഓക്കെ നീ ക്യാമറ നോക്കി തുപ്പിയും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ വൾഗറായിട്ട് ചെയ്ത് 4 ആളൊന്ന് ശ്രദ്ധിച്ച് 4 ആള് ശ്രദ്ധിച്ചപ്പോ കുറച്ച് ഫോളോവേഴ്സ് കയറി. എന്നിട്ട് നീ നല്ല പുള്ള സമയാന്ന് പറഞ്ഞ് കൊണച്ചുണ്ടാക്കിയതല്ലേ ഇതൊക്കെ എല്ലാം. എടാ ഇത് അറിയാത്ത ആരുണ്ട്? 2 വർഷം മുന്നേ എന്റെ അടുത്ത് നീ ചോദിച്ച ഡയലോഗ് നിന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു കാണത്തില്ലേ? 2 വർഷം മുന്നേ നിന്റെ അടുത്ത് ചോദിച്ചാ നീ ആര് പുണ്ണേ, നീ എന്തുവാ കാണിക്കുന്ന പുണ്ണേ? നിനക്ക് ഒരുപാട് ഒരു വളിവിട്ട കേസിൽ നീ കിടന്ന് പേടിച്ച് തൂറിയത് എല്ലാരും കണ്ടതാണ്. എടാ പേടിച്ച് തൂരില്ലെങ്കിൽ ആരെങ്കിലും ലൈവ് എടുത്തിട്ടോടാ? പോലീസ് വാതിലിൽ ചവിട്ടി പൊളിക്കുമ്പോ ആരെങ്കിലും ലൈവ് ഇടോ? എടാ പറയുന്നേക്ക്, നീ നല്ല ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്തപ്പോ നീ പേടിച്ച് വാതിൽ പൂട്ടി കട്ടിന്റെ അടിയിൽ ഒളിച്ച്. അവിടെ പോലീസ് വന്ന് മുട്ടുമ്പോ അറിയാം പാനിക് സിറ്റുവേഷൻ. ആ ടൈം ഞാൻ അടുത്ത് ലൈവ് ഇട്ടില്ലെങ്കിൽ പേടിച്ചില്ല നീ ചിന്തിച്ചാ മതി. അതോട് പറയുന്ന കേക്ക് ഇമാതിരി അപരാധം കാണിച്ച് 4 ആളെ കൊണ്ട് ശ്രദ്ധിപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ അമ്മാതിരി തെമ്മാടിത്തരവും തന്തയില്ലാത്തരവും ഞാൻ കാണിക്കത്തില്ല. ഞാൻ നോർമൽ ആയിട്ട് വീഡിയോ ചെയ്ത് വരുന്നില്ല. അപ്പൊ നിനക്ക് എന്നെ അറിയാൻ ചാൻസ് കുറവായിരിക്കും. നീ ചെയ്ത് വന്നത് എങ്ങനെ, ഞാൻ ചെയ്ത് വരുന്നത് എങ്ങനെ, നീ അവിടെ ഇരുന്ന് ചിന്തിക്ക്. എന്നിട്ട് നീ അവാർഡ് നിന്റെ മറ്റാ ചെറുക്കന്റെ ആ വഴി സോറി ബ്രോ, സോറി. അവാർഡ് ഒരു ദിവസം ബ്രോക്ക് കിട്ടും. ബ്രോ കരയുണ്ടാ, ഒരു ദിവസം എന്തായാലും കിട്ടും. ഓക്കെ, ട്രൈ മാക്സിമം ട്രൈ ചെയ്യ്. ഒരു ദിവസം എന്തായാലും ഒരു സ്ട്രീമർ അവാർഡ് നിങ്ങളെ, അല്ല ഒരു ക്രിയേറ്റർ അവാർഡ് നിങ്ങളെ തേടി വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എനിക്ക് നിന്റെ ഉപദേശം വേണ്ട, നീ എന്റെ തന്തയുമല്ല. ഓക്കെ ബ്രോ, ചിൽ. വേറെന്താ പറയാനുള്ളത്? ഒരു 2 മിനിറ്റ് കൂടി തരാം. ഓക്കെ, സംസാരിച്ചോട്ടെ, 2 മിനിറ്റ് കൂടി വാ. എന്തുവാടാ നീ ആര് ദൈവോ? എടാ നീ ആലോചിച്ച് നോക്കിയാ, ഒരു കാര്യം കേൾക്കണോ? നീ വേറെ ആരും ആലോചിച്ചില്ല. ഓക്കെ, പറ. ചാറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വന്ന് കരഞ്ഞു. ഞാൻ എന്തോ പ്ലാൻ ചെയ്തെന്ന് നീ പറഞ്ഞല്ലോ നിന്റെ ലൈവ് സ്ട്രീം. അതൊന്ന് കാണിച്ചോട്. ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞത് ഒന്ന് കാണിച്ചോട്. അല്ലോ കുറെ ആൾക്കാർ എന്തെങ്കിലും അയച്ചാ. നീ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ? അതൊന്ന് കാണിച്ചോട്. അയച്ചില്ല, അത് കാണിച്ചോട്. ആണ് ഞാൻ കാണിച്ചത്. നീ ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയില്ലേ? വാട്സപ്പ് ചാനൽ നിന്നെ വന്ന് പണ്ണുമ്പോ കിട്ടാതെ വാട്സപ്പ് ചാനലല്ല, നേരത്തെ ഉണ്ടായിരുന്ന വാട്സപ്പ്. അതിന് അതില് നീ എന്തെല്ലാം ഓഡിയോസ് ഇട്ടിട്ട് ആൾക്കാരെ ബോധവൽക്കരണം ചെയ്തോ ഇല്ലയോ? എടാ പറയുന്നേ, നീ കേട്ടത് കേൾപ്പിച്ചു കൊടുറാ. എന്നിട്ട് കിണി. ഞാൻ കേട്ടില്ല, എനിക്ക് അയച്ചോ. അയ്യോ ഞാൻ നിന്റെ വാട്സപ്പ് ചാനലിൽ മുമ്പിൽ നടക്കല്ല. എനിക്ക് മണി പോയടാ. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു മൈര ഞാൻ നിന്നെ എനിക്ക് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ട്സും അയച്ചെന്ന്. എനിക്കിത് ഫുള്ളും കേൾക്കാനും ഫുൾ കാണാനുള്ള ടൈമില്ല. വോയിസ് എങ്ങനെ സ്ക്രീൻഷോട്ട് നിനക്ക് കേൾക്കാൻ പറ്റും? അല്ല ജസ്റ്റ് 1-2 സെക്കൻഡ് സ്നീക്ക് പീക്ക് പോലെ എങ്ങനെ കേട്ടത്? ഇങ്ങനെ എന്തോ എന്നെ കുറിച്ച് പറയുന്നത്. സെക്കൻഡ് ആയി, അതിപ്പോ സ്ക്രീൻഷോട്ട് ആയി. ഒന്നിലുറച്ചേക്ക് മൂഡ് സ്വിങ്സ്. എടാ നീ ചെയ്തോ ഇല്ലയോ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എടാ ഞാൻ പറഞ്ഞെന്തോ ഒരു പെണ്ണിനെ ഇങ്ങനെ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് മാത്രം സപ്പോർട്ട് ഇപ്പൊ എന്തായി? നീ ചെയ്തു. അതാ അപ്പൊ ഞാൻ ഇല്ലാത്തൊന്നല്ലല്ലോ പറഞ്ഞേ, ഞാൻ ഉള്ളല്ലോ പറഞ്ഞേ. എന്തുവാടാ ഇപ്പം ചക്ക എന്ന് പറയുമ്പോ മാങ്ങ. എടാ മുത്തേ, നീ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ നിന്റെ വാട്സപ്പ് ചാനലിൽ ആൾക്കാരെ ബോധവൽക്കരണം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഗൈസ് ഇന്ന് രാത്രി തൊപ്പിന്റെ ലൈവ് ഉണ്ട്, എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനത്തെ ലെവലിൽ എന്തോ സംസാരിച്ച എന്താന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഈ തീട്ട കേസൊന്നും എനിക്ക് തലയിൽ നിൽക്കൂല. അങ്ങനെയല്ല, അങ്ങനെ എന്തോ സപ്പോർട്ട് ഇന്ന് രാത്രി ലൈവ് ഉണ്ട്. ഈ ലൈവിനെ കുറിച്ച് പറഞ്ഞോ ഇല്ലോ? എനിക്കൊരു പ്രമോഷൻ തരാനല്ല നീ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. എന്നെയും വേറൊരു പെണ്ണിനെയും വെച്ച് നീ ഒരു കൊണ അടിച്ചുകൊണ്ട് സംസാരിക്കല്ല. നിന്നെ വിളിച്ച് കിന്നരിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. നീ കിന്നരിച്ചാലും നീ പ്രൊമോഷൻ ആയിട്ട് എടുത്താൽ എനിക്ക് ഒരു സീനുമില്ല. ഞാൻ കാര്യം പറയല, ബാക്കിയുള്ള ആൾ കേറി പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ എന്തെങ്കിലും ചെയ്യും. എടാ തമാശടാ, എന്താടാ ക്ഷമിക്കടാ. ഇനി ഞാൻ നിന്നെ നോക്കി വാഴം വിടൂല, പോരാ. എടാ ഞാൻ കാര്യം പറയട്ടെ, നീ പറഞ്ഞത് സത്യം. എന്റെ ഫാൻസ് മൊത്തം 5ാം ക്ലാസ് അങ്ങനെ കുറച്ച് മെച്യൂരിറ്റിയില്ല ചെറിയ പിള്ളേരാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാര്യം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ. ഇപ്പൊ നീ ആലോചിച്ച് നോക്കാം, എന്റെ ഒന്നിച്ചിരിക്കുന്നവൻ തന്നെ ആലോചിച്ച് നോക്ക്, ചെറുത് മമ്മു. എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ പിള്ളേരായിട്ടുള്ള വൈബ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരൊന്നും ചിന്തിക്കൂല, ലൈഫിനെ കുറിച്ചുള്ള ടെൻഷനൊന്നും ഇവർക്കില്ല. ഇവരൊന്ന് വൈബ് ചെയ്യാൻ ഭയങ്കര രസമാണ്.
ആ പെണ്ണിന്റെ കാര്യം നിന്റെ ഒന്നിച്ചുണ്ടായ പെണ്ണിനോട് ഞാൻ പേഴ്സണലി വിളിച്ച് സോറി പറഞ്ഞില്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് സോറി പറഞ്ഞിട്ടുണ്ട്. അല്ല സോറി പറഞ്ഞാൽ തീരെ വെച്ചാൽ ഞാൻ അവളെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ ഓളോടല്ല എടുക്കുവാന്ന് പറഞ്ഞ നിന്നെ മോക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നോട് പറഞ്ഞടാ ഓളെ ഞാൻ ഇങ്ങ് എടുക്കുക അങ്ങനെ പറഞ്ഞ. ഓക്കെ അതില് എടാ അതിലെന്താ അത്ര മോശമുണ്ടോ? നീ നേരത്തെ പറഞ്ഞ പോലെ ഓളെ നോക്കിയിട്ട് സെക്സി എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കാണാൻ കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വായിന്ന് വരാൻ പറ്റില്ല. നീ സ്ഥിരമായിട്ട് വായിലെടുക്കുന്നോണ്ടാണ് വായിന്ന് പലതും വരുന്നത്. കേട്ടില്ലാന്ന് തോന്നുന്നു. എടാ മുത്തേ നീ ഒറ്റ കാര്യം ആലോചിച്ചോക്ക്. നീ ഒന്നും വേണ്ട, എന്റെ ഈ ചാറ്റിൽ തന്നെ സ്പാം വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ ഒരു 100 വെച്ച് ഇങ്ങനെ സ്പാം വരുക. മനസ്സിലാ? എനക്ക് അത്രയും മെസ്സേജ് വരുന്നുണ്ട്. ഇതിന്റെ ഇടയില് വലിയ കൊണ്ടാന്ന് എനിക്കറിയാം. കാരണം അന്ന് വായിൽ ഫുള്ള് കയറിയില്ലല്ലേ, പകുതി കയറിയില്ലല്ലേ അന്ന്. ഓർമ്മയില്ല. എടാ നീ മറന്ന അന്ന് മീശ പഠിച്ച എന്തിനാന്ന് മറന്നില്ല. എന്റെ മീശ തട്ടുന്നു പറഞ്ഞ ഞാൻ പഠിക്കാൻ പറഞ്ഞപ്പോ നീ പഠിച്ചില്ലേ? അല്ലടാ ഇത് താഴെ പോകുമ്പോ മീശ തറക്കുന്നോണ്ടല്ലേ ഞാൻ പഠിക്കാൻ പറഞ്ഞേ. എടാ നീ എല്ലാം മറന്ന ആസിഫ. എടാ അങ്ങനല്ല പറഞ്ഞേട്ടാ താടി മീശകളിൽ എത്രയോ കുണ്ടന്മാരുണ്ട്. അല്ലടാ നീ ഫണ്ണിയാ. ഇല്ല മൈ മിസ്റ്റേക്ക്. ഓക്കെ നിന്റെ കമ്മ്യൂണിറ്റീനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് സോറി ടു LGBTQ കമ്മ്യൂണിറ്റി. സോറി ഗൈസ്. മീശ പഠിച്ച എല്ലാരും കുണ്ടന്മാരല്ല. മൈ മിസ്റ്റേക്ക്. സോറി. എനിക്ക് നാണം വരുന്നു. നീ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയല്ലേ. അപ്പൊ നാണം വരുന്നു. നീ വിടാ. നീ ആ കേസ് വിടാ. അത് പിന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ. നീ ആദ്യമേ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചിലും പിന്നെ ആണുങ്ങളോടുള്ള ഒരു ഊമ്പിയ സംസാരം ഒന്ന് നിർത്ത് കേട്ടാ. എന്നിട്ട് നീ വന്ന് കൊണയടി. നീ വലിയ പുണ്യായിരിക്കും. നിന്നെ പൊക്കാൻ കുറെ മൈരന്മാര് കാണും. എടാ നീ എന്തിനാണ് എന്റെ പിള്ളേരെ പറയുന്നത്? പറയരുത്, എന്റെ ഓഡിയൻസിനെ പറയല്ലേ. അപ്പൊ അവന്മാർക്ക് കൊള്ളു. എന്റെ തൊപ്പിയുണ്ടനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് വന്ന് സൈബർ മുള്ളിക്കാൻ വേണ്ടി നിന്റെ ടാക്ടിക്കൽ ഊമ്പിയം. ഗൈസ് സൈബർ ബുള്ളിയല്ലേ ചെക്കനെ സൈബർ ബുള്ളിയല്ലേ. ചെക്കന് ഹേർട്ടായി. പാവം ചെക്കനാണ്. പിന്നെ 5ലും 6ലും പഠിക്കുന്ന ഒരുത്തം വന്ന് നിന്റെ ഒരു ഫാൻ വന്നിട്ട് ചോദിക്കണേ തൊപ്പിക്ക് ഫോർച്യൂണർ ആയിട്ട് ഞാനും ഉണ്ട്. വാട്ട് ഡു യു ഹാവ്? ഇത്രേ ഉള്ളൂ നിന്റെയൊക്കെ ഫാൻസിന്റെ മെച്ചൂരിറ്റി. ബ്രോ അതാരാ പറഞ്ഞേ? അപ്പൊ എന്റെ BMW കാര്യം പറഞ്ഞില്ലേ ബ്രോ? എടാ ശരിക്കും നിന്റെ വണ്ടി അതാ? എടാ മെച്ചൂരിറ്റി ഇത്രേ ഉള്ളൂ നിന്റെ ഫാൻസിന്റെ. അല്ല ശരിക്കും നിന്റെ വണ്ടി അതാ? ഞാൻ ശരിക്കും അറിയാൻ വേണ്ടി ചോദിക്കാം. എനിക്ക് വണ്ടി അണ്ടിയൊന്നുമില്ല. നീ എന്തുവാ? അണ്ടിയില്ലേ? ബ്രദർ എന്നിട്ട് നിനക്ക് ശരിക്കും വണ്ടിയില്ലേ? അയ്യോ നിനക്കെന്ത് കണ്ടോളാൻ വയ്യ? വന്ന് ബ്ലോ ജോബ് വരാൻ വല്ല ഇതുണ്ടോ? അലക്ക് വേണ്ട നിന്റെ വണ്ടി. ചൊറി പിടിച്ചിട്ടുണ്ടാവും മാതിരി. എന്നിട്ടാണ് എന്റെ ബോഡി കണ്ടിട്ട് നീ ഇങ്ങോട്ട് എടാ ഞാൻ വെറുതെ ആക്കിയടാ, തമാശ ആക്കിയടാ. വെയിറ്റ് ചെയ്യടാ. നല്ലൊരു ഷോർട്ട് ഫിലിമിൽ ഒരു റോൾ ഉണ്ട്. നീ കിടന്നു കൊടുക്കാൻ തയ്യാറെന്നല്ലേ? വേണമെങ്കിൽ ഡയറക്ടറുമായിട്ട് കണക്ട് ചെയ്ത് തരാം ഞാൻ. ആരാ? ഏതാ? അതാരാ പിന്നെ വിളിച്ചോളൂ. ചിലപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ ഷോർട്ട് ഫിലിം നടക്കൂല, മൂവി വേണം. നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. നിന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തുള്ളൂ. ഒരാൾ ഗേ എന്ന് പറയും, പിന്നെ നീ ഗേ ആയിട്ട് അഭിനയിക്കും. ഇത് എന്തോന്ന് മൂഡ് സ്വിങ്സാ. എടാ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് കുറച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ ഇങ്ങനത്തെ മനസ്സിലായി മൂഡ് സ്വിങ്സും ഇതുമെല്ലാം ഇടക്കിടക്ക് വരും. അത് നോക്കണ്ട. ഓക്കെ അതിപ്പോ ഓരോരാൾക്ക് ഓരോ ക്യാരക്ടറാണ്. ചായക്കപ്പെങ്കിലും വാങ്ങിച്ചു പോയി. അതായിരിക്കും നിനക്ക് നല്ലത്. ചായക്കപ്പോ? വല്ല ചായക്കപ്പെങ്കിലും വാങ്ങിച്ചു പോയി. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞാ എന്താടാ? ചായക്കപ്പ് മേടിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം? നിനക്ക് മൂഡ് സ്വിങ്സ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ചായക്കപ്പെങ്കിലും പോയി. ഓക്കെ ചായക്കപ്പ് മേടിച്ചു വെച്ചാൽ എങ്ങനെയാ മൂഡ് സ്വിങ്സ് പോകാൻ? എനിക്ക് മനസ്സിലായില്ല. അതെന്താ സംഭവം? അത് നീ വെച്ച് നോക്കാം. എന്നിട്ട് എന്റെ അടുത്ത് പറയാം. എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നീ ചെയ്ത് നോക്കിട്ട് പറ. ഞാനിപ്പോ ഇത് ബയോളജി ക്ലാസ് എടുക്കാനല്ല നിൽക്കുന്നത്. നിന്റെ കൊണക്ക് ഞാൻ വേണ്ടി വന്ന് സംസാരിക്കും. അതാണ് പറഞ്ഞത്. ഇപ്പൊ മീശ വെച്ചാൽ എങ്ങനെ ബ്രോ കുണ്ടനാവുന്നത്? കുണ്ടനല്ല ബ്രോ കുണ്ടനല്ല. ഞാൻ സമ്മതിച്ചു. ഓക്കെ പോരെ. എന്നിട്ട് നീ പിന്നെ എന്റെ ഫോട്ടോ കൊണ്ട് എന്തോ കുണ്ടത്തരം കാണിക്കുന്നു? എനിക്ക് കാണിക്കൂല. ഇനി ഞാൻ നിന്റെ
ഫോട്ടോ നോക്കി വാണം വിടൂല. അയ്യേ, ഈ കുതിരക്കുണ്ടനെ നോക്കിട്ട് എന്തിനാണ് ഞാൻ വാണം വിട്ട് ഞാൻ മറന്നുപോയി. മയില് ഇവരെ കാണുമ്പോ എനിക്ക് ചിരി വരുന്നത്. എന്താ സമൂസയാലും മൂക്ക. ഇപ്പൊ പറയൂ ബോഡി ഷേവ്, ബോഡി ഷേവ്. കണക്ക് എടാ തന്തക്ക് വിളിക്കുന്ന വേറെ ഇടാ, തമാശ ആക്കുന്ന വേറെ, തന്തക്ക് വിളിക്കുന്ന വേറെ. അത് രണ്ടും വേറെ വേറെ കാറ്റഗറി ഇടാ. കാര്യം പറയണം. എന്നാ പറയടാ, നീ പറ. നിന്റെ അതിനെ കൊണ്ടുവന്ന നീ പറ. എടാ LP ഗ്യാങ്ങിനെ കുറിച്ച് അറിയില്ലാന്ന് തോന്നുന്നു. LP ഗ്യാങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ആസിഫിന്. ഓക്കെ, LP ഗ്യാങ് അറിയില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, ലൊട്ടപ്പുള്ളർ ഗ്യാങ്. മുത്ത സീനാ. എടാ ബോറടിക്കാൻ തുടങ്ങി, ബോറടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ആയിട്ട് നീ പറയണേ പെട്ടെന്ന് പറഞ്ഞിട്ട് പോ. നീ എന്താ മുത്തേ തെറി വിളിക്കുന്നത്? ഞാൻ ചക്കരല്ലേ. സ്കിപ്പ് സ്കിപ്പ് സ്കിപ്പ്. എടാ ഇവൻ ബോറിക്കാൻ തുടങ്ങിയാലേ, പോവാലേ, സ്കിപ്പ് ചെയ്യാലേ. ഇവന്റെ ജ്യൂസ് കഴിഞ്ഞ്. എടാ ഇനി ഞാൻ ഒരു കാര്യം പറയാം ആസിഫെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഒരു സീക്രട്ട് പറയാം. ഓക്കെ, ഞാൻ നിന്നെ ലൈവിൽ കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നിന്റെ മറ്റേ ഗേൾ ഫ്രണ്ട് അല്ല നിന്റെ ഫ്രണ്ടിനോട് സ്നേഹനോട് ഞാൻ മെസ്സേജ് അയച്ച് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഹിം ഓൺ സ്ട്രീം. അപ്പൊ നീ പറഞ്ഞ് ഞാൻ ഒരിക്കലും തൊപ്പിന്റെ ലൈവിൽ പോകില്ല, അങ്ങനെയുള്ള കുണ്ണാളെ ലൈവിൽ പോകാനല്ല എന്റെ ജീവിതം എന്നല്ല പറഞ്ഞു. ഇപ്പൊ നീ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ നിന്റെ ഇവിടെ എത്തിച്ചില്ലേ ബ്രദർ? ഐക്യൂ ഐക്യൂ ലെറ്റ്സ് ഗോ ഗൈസ്. W spam. എടാ ഓക്കെടാ, ശരിടാ. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ. ഫ്രീ ആയിട്ട് ഒരു ലൈവ് അപ്പിയറൻസ്. ആന്ന് പറ. അടി ഇതാണ് ലൈവ് സ്ട്രീം ബ്രദർ. ഇത് ലൈവാ, നമ്മൾ അതറിയില്ലേ? അടെ ഇത് നീ ഡെയിലി ചെയ്യുന്ന പോലെ വീഡിയോ കട്ട് ചെയ്ത് 10 ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്ത് വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് 10 ഡേക്ക് എടുത്ത് 30 ഡേക്ക് എടുത്ത് അതല്ല. ഇത് ലൈവ് സ്ട്രീം ബ്രോ. വി ആർ ലൈവ് ഹിയർ. ലുക്ക് അറ്റ് ദിസ്. എടാ ജിൻഡോ, എടാ മറക്കരുത്, വിക്കീത്ത, ഷിയാസ് കരീം, ജിൻഡോ, നല്ല നല്ല കുറെ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. ഈ ആറാട്ടണ്ണനും പെരേരയും അതിൽ വന്ന് എടാ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ഇപ്പൊ ചാറ്റിൽ വന്നിട്ട് ഇയാളെ കൊണ്ടുവരുമോ എന്നോട് ചോദിച്ചാൽ റിക്വസ്റ്റ് ചെയ്യുന്ന ആളെ കൊണ്ടുവരണം. ഇപ്പൊ ആറാട്ടണ്ണൻ, പെരേര, ആസിഫ് അങ്ങനെയുള്ള പേരുകൾ ഇതിൽ വന്ന്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തത്. മനസ്സിലാവും? സ്ക്രിപ്റ്റ് 2023 ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ സ്ക്രിപ്റ്റ് ആദ്യം സ്നേക്ക് കഴിഞ്ഞ കൊല്ലം മെയ് 2023 മെയ്യിൽ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇവന്റെ പെണ്ണിന് മെസ്സേജ് അയച്ച് അന്ന് തുടങ്ങിയതാ സ്ക്രിപ്റ്റ്. ഇതാ ഇന്നാണ് ഇത് അവസാനിക്കുന്നതെന്ന് ഇവൻ പറയുന്നത്. ബ്രോ അല്ല, നീ പറഞ്ഞ ഞാൻ സ്ക്രിപ്റ്റ് ആന്ന്. ആ മീൻസ് വീഡിയോ കോളിലോ അല്ലെങ്കിൽ നേരിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ. ഒരു ഫ്രൂട്ടിയും പപ്സും മേടിച്ചു തരാം. അതിനുള്ളതാ നീ ഉള്ളൂ. ഒരു ഫ്രൂട്ടിയും പപ്സും മേടിച്ചു തരാം. പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ. എടാ നീ ലാസ്റ്റ് എന്തോ ഷൂന്റെ